തീരദേശത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. യുവതയുടെ സ്വപ്ന സാക്ഷാത്കാരമായി താനൂർ മണ്ഡലത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള 4 സ്റ്റേഡിയങ്ങൾ. ₹10.2 കോടി ചെലവിൽ കാട്ടിലങ്ങാടിയിൽ സ്റ്റേഡിയം പണി പൂർത്തിയായി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളുടെ മനം കവർന്ന് താനൂർ ഫിഷറി സ്കൂളിലും ₹2.9 കോടി ചെലവിൽ പുതിയ സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിലേക്ക്. ഉണ്ണിയാലിൽ ₹4.95 കോടി ചെലവിൽ ഫിഷറീസ് വകുപ്പിന്റെ സ്ഥലത്ത് 3ാമത്തെ സ്റ്റേഡിയം. താനാളൂരിൽ ₹80 ലക്ഷം ചെലവിൽ EMS സ്റ്റേഡിയവും പ്രവർത്തന സജ്ജം. 4 സ്റ്റേഡിയങ്ങളും നാടിന് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മെയ് 16-ന് താനൂരിലെത്തുന്നു. ഫിഷറീസ് സ്കൂളിന് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിക്കും. തീരദേശത്തിനുമപ്പുറം ജില്ലയുടെ കായിക സ്വപ്നങ്ങൾ സാക്ഷാത്കാരത്തിലെത്തിയ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകുന്ന ചടങ്ങുകളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവതയുടെ കേരളം, കേരളം ഒന്നാമത്. കൈകൾ കോർത്ത് കരുത്തോടെ 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികം. വികസന കുതിപ്പിൻ്റെ ചരിത്ര നേട്ടങ്ങളിൽ അഭിമാനത്തോടെ സംസ്ഥാന സർക്കാർ 3ാം വർഷത്തിലേക്ക്. ഒരാഴ്ച നീളുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന ഭക്ഷ്യമേള മെയ് 4 മുതൽ 10 വരെ പൊന്നാനി AV സ്കൂൾ മൈതാനത്ത്. ശീതീകരിച്ച ഹൈടെക് വേദിയിൽ 100-ലധികം തീം സർവീസ് സ്റ്റാളുകൾ, 100-ലധികം വിപണന സ്റ്റാളുകൾ. രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള. ടെക്നോ ഡെമോ, സ്പോർട്സ് സോൺ, ചിൽഡ്രൻസ് പ്ലേ സോൺ. 7 ദിവസം 12 സെമിനാറുകൾ. എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക പരിപാടികൾ. മെയ് 4-ന് വൈകിട്ട് 4:30-ന് ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം. എല്ലാവർക്കും സ്വാഗതം. പ്രവേശനം സൗജന്യം.